ശ്ലീവ ഒന്നാം തിങ്കൾ. ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പീഡാനുഭവത്തെക്കുറിച്ചുള്ള 3-ാം പ്രവചനം. ലൂക്കായുടെ സുവിശേഷം യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള ഒരു മിഷൻ യാത്രയാണെന്ന് പറയാം. കുരിശുമരണമാണ് ദൈവം അവനെ ഏൽപ്പിച്ച ആ മിഷൻ. ലൂക്കായുടെ സുവിശേഷത്തിൽ അത് പൂർത്തിയാക്കാനുള്ള അവൻ്റെ യാത്ര ആരംഭിക്കുന്നത് 9-ാം അധ്യായം മുതലാണ്. കുരിശുമരണം ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളതുകൊണ്ടാണല്ലോ ഒരു മാമോദീസ മുങ്ങുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുമെന്ന് അവൻ പറഞ്ഞത്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അനാദി മുതൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവിക പദ്ധതിയാണത്. യെശയ്യായും സഖറിയായും ദാനിയേലും മലാക്കിയുമെല്ലാം മുൻകൂട്ടി അവൻ്റെ കുരിശുമരണവും ദാരുണാന്ത്യവും മുൻകൂട്ടി പ്രവചിച്ചു എന്നത് ദൈവിക പദ്ധതിയെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർക്ക് നൽകപ്പെട്ട വെളിപാടാണ്. പഴയ നിയമം മുഴുവൻ അവനിലേക്കുള്ള ഒരുക്കത്തിൻ്റെ ചരിത്രമാണ്. ലോക ചരിത്രത്തിൻ്റെ പ്രയാണമാകട്ടെ അവനിൽ വിലയം പ്രാപിക്കാനുള്ള ഒരു യാത്രയാണ്. ലോകം ചിന്തിക്കുന്ന രീതിയിലല്ല മനുഷ്യന് അവിടെ എത്തിച്ചേരാനാവുക. അത് കുരിശിൻ്റെ വഴിയാണ്. എല്ലാ സഹനങ്ങൾക്കും ശേഷമാണ് യേശു മഹത്വം നേടിയതെങ്കിൽ ആ പാതയിലൂടെ തന്നെയാണ് അവനും അനുഗമിക്കേണ്ടതെന്ന് ഓരോ പീഡാനുഭവ പ്രവചനത്തോടൊപ്പവും അവൻ പ്രഖ്യാപിക്കുന്നുണ്ട്. തന്നെ പരിത്യജിക്കാതെ ആരും തന്നെ ആ മഹത്വത്തിൽ പ്രവേശിക്കുന്നില്ല. ശരീരത്തിനും മനസ്സിനും ഏറെ പരിശീലനം ഇത് ആവശ്യപ്പെടുന്നു. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള തീക്ഷ്ണമായ പരിശീലനം ലോകസമാധാനങ്ങൾ മാത്രം നേടിത്തരുമ്പോൾ, ആത്മീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരിശീലനം ലോകത്തിലും പരലോകത്തിലും ഒരുപോലെ ഒരുവനെ സമാനിതരാക്കുന്നു. യേശുവിനെപ്പോലെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും അമൂല്യവും മഹനീയവുമായ ആ സമ്മാനം.